വെൽക്കം ബാക്ക് ടു റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. നമ്മൾ 17 മണ്ഡലങ്ങൾ പൂർത്തിയാക്കി 18ാമത്തെ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. 18ാമത്തെ മണ്ഡലത്തിൽ 18ാമത്തെ അടവും പയറ്റി തിരിച്ചു പിടിക്കാനായി ഇറക്കുന്നത് പാർട്ടി സാക്ഷാൽ മന്ത്രി കെ രാധാകൃഷ്ണനെയാണ്. ആലത്തൂർ വീണ്ടും ചോപ്പിക്കാൻ കെ രാധാകൃഷ്ണനെ തന്നെ ഇറക്കാൻ പാർട്ടി തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഫലവുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. പക്ഷേ നമ്മൾ ഈ സർവേ നടത്തുമ്പോൾ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ വരുമോ അതോ മറ്റൊരാളാണോ അങ്ങനെയുള്ള ആശങ്കകളായി അത് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം താല്പര്യമില്ലെന്ന് പറയുകയും ചെയ്തിരുന്നു. അതെ, അപ്പോൾ അത്ഭുതം പ്രവർത്തിക്കുമോ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ എന്ന് നമുക്ക് നോക്കാം സർവേയിലെ ചോദ്യങ്ങളിലൂടെ പോകുമ്പോൾ. അതിനു മുൻപ് മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് എന്താണ് ഈ സ്ഥലം, ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, അതുപോലെ തന്നെ എപ്പോൾ മുതലാണ് ഇത് ചുവന്നത്, ഇനിയൊരു മാറ്റത്തിനുള്ള ഒരു സാധ്യത ഉണ്ടോ, അവിടെ രമ്യ ഹരിദാസ് മണ്ഡലം നിലനിർത്തുമോ നോക്കാം. അതിനു മുൻപ് മണ്ഡല ചരിത്രം. മണ്ഡലം രൂപീകരിച്ചതു മുതൽ ചെങ്കൊടി പാറിയ മണ്ഡലമായിരുന്നു ആലത്തൂർ. 2019 UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ചെങ്കോട്ടയിൽ നിന്ന് പാട്ടും പാടി ജയിച്ചു. പാലക്കാട് ജില്ലയിലെ 4 തൃശൂർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് മണ്ഡലം. കോൺഗ്രസിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുക്കാൻ ഇത്തവണ CPIM നിയോഗിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകളിൽ ഇതുവരെ തോൽവിയറിയാത്ത കെ രാധാകൃഷ്ണനെയാണ്. മഴനിഴൽ പ്രദേശമായ വടകരപ്പതി, ആദിവാസി മേഖല ഉൾക്കൊള്ളുന്ന മുതലമട, തോട്ടം മേഖല ഉൾപ്പെടുന്ന നെല്ലിയാമ്പതി, തിരക്കേറിയ വാണിജ്യ കേന്ദ്രമായ കുന്നംകുളം, അങ്ങനെ വൈവിധ്യങ്ങളേറെയെങ്കിലും അടിസ്ഥാനപരമായി കാർഷിക മണ്ഡലമാണ് ആലത്തൂർ. KR നാരായണനെ 3 വട്ടം സഭയിലെത്തിച്ച മണ്ഡലം എന്നതാണ് ഇപ്പോൾ ആലത്തൂരായ പഴയ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിന്റെ പെരുമ. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് KR നാരായണൻ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും ഒറ്റപ്പാലം പിടിച്ചെടുത്തത്. പിന്നെ 2 തവണ കൂടി KR നാരായണനിലൂടെ മണ്ഡലം സ്വന്തമാക്കിയെങ്കിലും പിന്നെയൊരിക്കലും UDFനിവിടെ പച്ച തൊടേണ്ടി വന്നിട്ടില്ല. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, തരൂർ, നെന്മാറ, ആലത്തൂർ, തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ചേലക്കര, വടക്കാഞ്ചേരി മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. 2009 ആലത്തൂർ ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നത്. SFI അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന PK ബിജു 20,960 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആദ്യ അംഗത്തിൽ നേടിയത്. രണ്ടാം ഊഴത്തിൽ ഭൂരിപക്ഷം 37,000 വർദ്ധിച്ചു. മണ്ഡലത്തിലുടനീളമുള്ള CPIMന്റെ ശക്തമായ സംഘടനാ സംവിധാനമായിരുന്നു ഭൂരിപക്ഷത്തിന് പിന്നിൽ. ഇടതു മേധാവിത്വം തകരുന്ന കാഴ്ചയാണ് 2019 കണ്ടത്. ഹാട്രിക് വിജയം തേടിയിറങ്ങിയ PK ബിജുവിന് ഞെട്ടിക്കുന്ന തോൽവിയാണ് ആലത്തൂർ നൽകിയത്. 1,58,968 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് ലോക്സഭയിൽ അരങ്ങേറ്റം കുറിച്ചു. ആ ഞെട്ടലിൽ നിന്ന് ഇനിയും CPIM മുക്തമായിട്ടില്ല എന്നതാണ് വാസ്തവം. 2019 പോലെ തന്നെ ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആലത്തൂർ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ നിലനിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനുമെതിരെയുള്ള വലിയൊരു ജനരോക്ഷം ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഉണ്ടാവും. ആലത്തൂർ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കൂടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം ഏതു വിധേനയും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് CPIM. കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ കെ രാധാകൃഷ്ണനെ അംഗത്തിനിറക്കുക വഴി മണ്ഡലം UDFനെ കൈവിടുമെന്ന് LDF കരുതുന്നു. മറ്റു പാർട്ടിക്കാരുടെ വോട്ട് കൂടി കെ രാധാകൃഷ്ണനിലൂടെ പെട്ടിയിൽ വീഴുമെന്നാണ് കണക്കുകൂട്ടൽ. 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും 20,000-അപ്പുറത്താണ് ഭൂരിപക്ഷം. അപ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് അതേ ജനങ്ങൾ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുത്തത്. ഇവിടെ നടന്ന നവകേരള സദസ്സായാലും പ്രക്ഷോഭങ്ങളായാലും ക്യാമ്പയിനുകളായാലും അതിലെല്ലാം വലിയ ജനപങ്കാളിത്തം ഉണ്ടാവുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല ജനസ്വാധീനം ഈ മണ്ഡലത്തിൽ എന്നതാണ് അത് വിളിച്ചോതുന്നത്. തീർച്ചയായും അത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. 2014 2019 BDJS ആണ് ആലത്തൂരിൽ മത്സരിച്ചത്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് NDA. ഏറ്റവും കൂടുതൽ കർഷകരുള്ളത് ആലത്തൂരാണ്. ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അതായത് നെല്ലിൻ്റെ പണം കൊടുക്കാതെ, അതുപോലെ തന്നെ ആളിയാർ ജലത്തിൻ്റെ ഒക്കെ വിഷയമുണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്നും പുറകോട്ട് പോയിരുന്ന ആലത്തൂരിനെ വീണ്ടും പുറകോട്ടടിക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ 5 വർഷക്കാലവും ഉണ്ടായത്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. നോക്കൂ, ഈ ആലത്തൂർ വളരെ കൗതുകരമായിട്ടുള്ള മണ്ഡലമാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വക്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. 7 മണ്ഡലവും അവരുടെ കയ്യിലാണ്. ഇടതു മണ്ഡലം ആണ്. LDF സ്ഥാനാർത്ഥികളാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. 2 മന്ത്രിമാരുണ്ട്. ഇപ്പോൾ കെ രാധാകൃഷ്ണനുമുണ്ട്, ചിറ്റൂരിൽ നിന്ന് കെ കൃഷ്ണൻകുട്ടിയുമുണ്ട്. 2 മന്ത്രിമാരുള്ള മണ്ഡലമാണ്. 7 MLA-മാരും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്. ഒരു കണക്ക് അദ്ദേഹം പറയുകയുണ്ടായി, എല്ലായിടത്തും 20,000-ലേറെ ഭൂരിപക്ഷമുണ്ട്.
അപ്പോൾ 7 മണ്ഡലങ്ങളിൽ നിന്ന് 7-14 1,40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിസ്സാരമായി ജയിച്ചു വരാവുന്ന ഒരു മണ്ഡലമാണ്. 2009 രൂപീകരിച്ച ശേഷം 2 തവണയും PK ബിജു ആയിരുന്നു. അവിടെ 2019 മാത്രമാണ് അതൊരു പക്ഷേ വിജയമായിരുന്നു. അത് പക്ഷേ എല്ലായിടത്തും സംഭവിച്ചല്ലോ. എല്ലായിടത്തും സംഭവിച്ചു എന്ന് മാത്രമല്ല ഒരു നാക്കുപിഴ രമ്യ ഹരിദാസിനെ സഹായിച്ചിട്ടുമുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അതിൽ A വിജയരാഘവന്റെ നാക്കുപിഴ, അതോടൊപ്പം തന്നെ PK ബിജു എന്ന് പറയുന്നത് 2019 അത്ര ഒരു ഫേവറബിൾ കാൻഡിഡേറ്റ് ആയിരുന്നില്ല ഒരു എന്ന് ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. അതായത് ആ MP ക്കെതിരായിട്ടുള്ള ഒരു വികാരവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ 2024 കെ രാധാകൃഷ്ണനെ തെരഞ്ഞെടുക്കുന്നത് തന്നെ അങ്ങനെയാണെങ്കിൽ PK ബിജുവിന് വേണമെങ്കിൽ വരാമായിരുന്നു, ഒരിക്കൽ കൂടി മത്സരിക്കാമായിരുന്നു. പക്ഷേ PK ബിജു അവിടെ ഒരു അത്ര പോപ്പുലർ അല്ല എന്ന് പാർട്ടി തന്നെ മനസ്സിലാക്കുന്നതുകൊണ്ടാവണം കെ രാധാകൃഷ്ണനെ പോലെ ആളെ ഇറക്കി ആ മണ്ഡലം പിടിക്കുക എന്നുള്ളൊരു. പക്ഷേ ഒരു ചോദ്യമുണ്ട് അതിനകത്ത്, ഒരു മന്ത്രിയെ എന്തിനാ MP ആക്കും? അല്ല, അത് നിശ്ചയമായി. പക്ഷെ ആ മണ്ഡലം പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാ മണ്ഡലവും വളരെ പ്രധാനമാണ്. ഞാൻ കരുതുന്നത് ഇപ്പോൾ പൊളിറ്റ് ബ്യൂറോ അംഗം, മന്ത്രി, MLA പദവികളല്ല, സീറ്റ് നിലനിർത്തുക. ദേശീയ പാർട്ടി പദവി അത്ര പ്രധാനമാണ്. സീറ്റ് പിടിച്ചില്ലെങ്കിൽ, വോട്ട് ശതമാനം ഉയർത്തിയില്ലെങ്കിൽ പാർട്ടിയുടെ പണി പാളും. അങ്ങനെയെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും. ഇദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. കെ ബിജു അവിടെ ചിലപ്പോൾ നിയമസഭയിൽ മത്സരിക്കാം, മന്ത്രിയാവുകയും. അതെ. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദേശീയ പാർട്ടി എന്നതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നഷ്ടമായ പ്രതിച്ഛായയ്ക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ, ആ പ്രതിച്ഛായ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ടാലി ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. 5 സീറ്റൊക്കെ കിട്ടുകയാണ് എങ്കിൽ നിശ്ചയമായും പിണറായി വിജയൻ സർക്കാരിന് പറയാം ഈ സർക്കാരിന്റെ പ്രതിച്ഛായ വളരെ മെച്ചമാണ്. ഈ ഭരണവിരുദ്ധ വികാരം മാറ്റി നിർത്തിയാൽ മണ്ണൊരുങ്ങിയിരിക്കുകയാണ്. ആലത്തൂരിന്റെ മണ്ണ് കെ രാധാകൃഷ്ണൻ വരുന്നതോടുകൂടി ചുവക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ പാട്ടും പാടി ജയിച്ചു, 1.5 ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷം. അത്രയും പോപ്പുലാരിറ്റി മണ്ഡലത്തിൽ നിലനിർത്താൻ, റീറ്റെയിൻ ചെയ്യാൻ രമ്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ഈ സർവേയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. MP എന്ന നിലയ്ക്കുള്ള രമ്യയുടെ പ്രവർത്തനം എങ്ങനെയുള്ളത് പരിശോധിക്കാം. അതിനു മുൻപ് നമുക്ക് മണ്ഡല ചിത്രത്തിലേക്ക് പോകാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ PK ബിജുവിനെ 2 വട്ടം തുണച്ചതാണ് ആലത്തൂർ. അതിനുശേഷമാണ് രമ്യയിലേക്ക് വന്നത്. 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് ആലത്തൂർ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലേറ്റസ്റ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കോയ്മയുണ്ട്. കണക്കുകളിലേക്ക് വന്നാൽ ശതമാനക്കണക്ക് നിൽക്കുന്നത് 2014 LDFന്റെ വോട്ട് വിഹിതം 44.34% 2014. അതിൽ നിന്നും ഒരു കുതിച്ചുചാട്ടമാണ് 2019 രമ്യ ഹരിദാസ് നടത്തിയത്. 41.34 എന്ന 2014 ഫിഗറിൽ നിന്ന് 52.40 രമ്യ ഹരിദാസ് വന്നത്. 11% വ്യത്യാസം. അതെ, മത്സരിക്കാൻ എത്തുമ്പോൾ രമ്യ ഹരിദാസ് ജയിക്കുമെന്ന് കോൺഗ്രസ് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ വലിയ വോട്ട് വിഹിതത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്നു. നോക്കൂ, 44.34 നിന്ന് 36.8 LDFന്റെ വോട്ട് വിഹിതം കുറയുന്നത്. അതായത് അവിടുത്തെ ഡിപ്പ് മറുഭാഗത്ത് ഉയർച്ചയിലേക്ക് കൃത്യമായി പോകുന്നു. മൊത്തം വ്യത്യാസം എത്രയാണെന്നറിയാം? 16%. മാർജിൻ നോക്കൂ, 16% വ്യത്യാസത്തിലാണ് രമ്യ ഹരിദാസ് വിജയിച്ചു കയറിയിരിക്കുന്നത്. 1,60,000 വോട്ടിന് മേല്. അതെ, 2021 വരുമ്പോൾ ആ വോട്ടുകൾ, രമ്യ ഹരിദാസ് 2019 പിടിച്ച വോട്ടുകൾ ഉണ്ട് സാർ. നോക്കൂ സ്മൃതി മാഡം, അതായത് ഈ 2019 UDFന്റെ വോട്ട് ടാലി 52.40 ആണെങ്കിൽ 52.15 2021 LDF അത് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വോട്ടിന്റെ ഒരു ഷിഫ്റ്റ് അവിടെ കൃത്യമാണ്. അതായത് ആ മണ്ഡലം തൂത്തുവാരി വിജയിച്ചിരിക്കുന്നത്, ആ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ LDFന്റെ കയ്യിലാണ്. അതെ, അപ്പോൾ UDFന്റെ വോട്ട് വിഹിതം താഴേക്ക് പോവുകയാണ്. താഴേക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ താഴേക്കല്ല, 32.86 തകർന്നടിയുകയാണ്. നല്ല ഡിപ്പാണ് അവിടെ സംഭവിക്കുന്നത്. 52 നിന്ന് 32 എന്ന് പറയുമ്പോൾ നോക്കൂ, 20% കുറവാണ്. 20% വോട്ടുകൾ അവിടെ കുറയുക എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ 2021 നിന്ന് 2024 വരുമ്പോൾ UDFന് അവിടെ കഴിഞ്ഞാൽ മാത്രമേ അവിടെ രമ്യ ഹരിദാസ് ഒരു തുടർച്ച കിട്ടൂ എന്ന സാധ്യതയാണ് ഈ ഫിഗർ നമുക്ക് നൽകുന്നത്. പക്ഷേ 2021 കഴിഞ്ഞുള്ള വർഷങ്ങളിൽ, കഴിഞ്ഞ 2.5 വർഷക്കാലം കണ്ട ഭരണവിരുദ്ധ വികാരം ആലത്തൂരിൽ ഉണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത്. NDAയുടെ കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞു പോകാം. 9.45 2014 അവരുടെ അക്കൗണ്ടിലുള്ള വോട്ട് വിഹിതം. അത് 2019 ആകുമ്പോഴേക്കും കുറയുന്നുണ്ട്. 8.82%. 1% കുറഞ്ഞു. അതെ, 1% കുറയുന്നു. 2 തെരഞ്ഞെടുപ്പിലും BDJS ആണ് മത്സരിച്ചത്. അതെ, അതിനുശേഷം 2021 വരുമ്പോൾ അവർ ഈ വോട്ട് വിഹിതം ഉയർത്തുന്നുണ്ട്. നമ്മൾ വടകരയിൽ കണ്ടതിന് വ്യത്യസ്തമായി 13.49, അതായത് ഒരു 2 ഡിജിറ്റിലേക്ക് എത്തുന്നു. അതെ, 5% വളർച്ചയാണ് കാണിക്കുന്നത്. 8%, 8.2 നിന്ന്, അതായത് ഞാൻ പറയുന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8% അല്ലേ, 8.82%. അതിൽ നിന്ന് 2021 തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 13% വളർച്ച.
അപ്പോൾ ഇങ്ങനെയാണ് ആലത്തൂരിന്റെ ഒരു വോട്ടോഗ്രാഫ് നിൽക്കുന്നത്. ഇവിടെ നിയമസഭാ മണ്ഡലങ്ങളിലെ ഒരു സാന്നിധ്യം അത് LDF-ന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സ്ഥാനാർത്ഥിയായി വരുന്നത് സാക്ഷാൽ മന്ത്രി കെ രാധാകൃഷ്ണനാണ്. പക്ഷേ നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു, മന്ത്രിയെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ്, യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നതിന് മുൻപാണ്, ഫെബ്രുവരി 8 വരെയുള്ള സാമ്പിൾ സൈസാണ് നമ്മൾ പരിശോധിച്ചത്. ആ കാലയളവിൽ ഇടതുപക്ഷത്തിനാണോ അതോ UDF-നാണോ അതോ NDA-ക്കാണോ ആലത്തൂർ അനുകൂലമായി വിധി എഴുതുക എന്ന ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദ്യത്തിലേക്ക് വരുമ്പോൾ വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇപ്പം പിന്നെ ആലത്തൂരിന്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് സുജയ, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും എല്ലാ സ്ഥാനാർത്ഥികളെയും എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ രമ്യ ഹരിദാസിനെ എല്ലാവർക്കും അറിയാമായിരുന്നു. കേരളത്തിലുടനീളം പാട്ടൊക്കെ പാടി അങ്ങനെ രാഹുൽ ബ്രിഗേഡ് പാട്ടൊക്കെ പാടുന്ന ഒരു സ്ഥാനാർത്ഥി. പിന്നെ ആ പറഞ്ഞ വിജയരാഘവന്റെ ഒരു വിവാദമൊക്കെ വന്നതോട് ഈ ആലത്തൂർ മണ്ഡലത്തിലെ രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിയെ ഇടുക്കിയിലുള്ളവർക്കും അറിയാമായിരുന്നു, തിരുവനന്തപുരത്ത് അറിയാമായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞത് അവരുടെ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും പോപ്പുലർ ആയിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വളരെ പ്രധാനമാണ്. MP അറിയാമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും അടുത്ത ചോദ്യം. MP അറിയാത്തവർ ആരുമില്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും. 97.2%. 97.2%. മറ്റേത് 97.3 എടുക്കാം നമുക്ക്. അങ്ങനെ നോക്കുമ്പോൾ മറ്റു മണ്ഡലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ അതൊരു കുറവാണ്, ചെറിയൊരു കുറവാണ്. എങ്കിലും അത്ര മോശമല്ല. നമുക്കിപ്പോൾ എന്താണ് പിന്നെ 100-ൽ 97 പേർക്ക് അറിയാവുന്ന പറയുന്നത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം എന്ന് തന്നെ നമുക്ക് എടുക്കാം. എങ്കിലും നമ്മൾ ഇതുവരെ കണ്ടതിനകത്ത് ഏതാനും ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് വല്ലാണ്ട് താഴെ. ബാക്കിയുള്ളവരൊക്കെ 97-98 റേഞ്ചിലാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു മോശപ്പെട്ട റിസൾട്ട് അല്ല നിശ്ചയമായും. അങ്ങനെയെങ്കിൽ നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ മണ്ഡലത്തിൽ ആലത്തൂരിൽ മാത്രമല്ല കേരളം മുഴുവൻ അറിയാവുന്ന പെങ്ങളൂട്ടിയുടെ പാട്ട് പോലെ പ്രവർത്തനം വന്നോ എന്ന് കൂടി അറിയണം. MP-യുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ആലത്തൂരിൽ രമ്യ ഹരിദാസ് MP എന്ന നിലയിൽ എത്രമാത്രം പെർഫോം ചെയ്തു എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം പ്രേക്ഷകർ നൽകുന്നു. നന്നായോ അതോ മോശമായോ? ഉത്തരങ്ങളിലേക്ക് വന്നാൽ വളരെ മികച്ചതെന്ന് 12.4% പേരും, മികച്ചതെന്ന് 25.0% പേരും. അതായത് 37.4% പേർക്ക് MP-യെ കുറിച്ച്, രമ്യ ഹരിദാസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇത് വളരെ കൗതുകരമായ ഒരു കാര്യമാണ്. നോക്കൂ, ഇവിടെ മോശം എന്ന് പറഞ്ഞിട്ടുള്ളത് 8.9% ആളുകളും, വളരെ മോശം എന്ന് പറഞ്ഞിരിക്കുന്നത് 7.4% ആളുകളും. അങ്ങനെയാവുമ്പോൾ 16.3% ആളുകൾ മാത്രമാണ് മോശം എന്ന് പറഞ്ഞിരിക്കുന്നത്. നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത് 37%-നും മേലിലാണ്. അതായത് 21% ഡിഫറൻസ്. നമ്മൾ വളരെ അപൂർവമായിട്ടാണ് ഈ പറഞ്ഞ 16 മണ്ഡലങ്ങളിലും, ഇപ്പോൾ 17 മണ്ഡലങ്ങൾ കഴിഞ്ഞു, 17 മണ്ഡലങ്ങളിൽ ഈ പറയുന്ന MP-യുടെ പ്രവർത്തനം വളരെ മികച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അപൂർവ മണ്ഡലങ്ങളേ ഉള്ളൂ. അതെ, ഇവിടെ ഇപ്പോൾ രമ്യ ഹരിദാസിന് അനുകൂലമായ ഒരു വികാരം അവിടെ നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. കാരണം രമ്യ ഹരിദാസിന്റെ പ്രവർത്തനത്തിൽ 37.4% ആളുകൾ തൃപ്തി രേഖപ്പെടുത്തുമ്പോൾ കേവലം 16.3% ആളുകൾ മാത്രമാണ് മോശം എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ ആശ്വാസകരമായ ഒരു റിസൾട്ടാണ് രമ്യ ഹരിദാസിന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടാകും ആലത്തൂർ ഇക്കുറി വോട്ടിടാൻ പോകുന്നത്? ആലത്തൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന വോട്ട് വിഷയങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാനാർത്ഥി ഇത്രയും പോപ്പുലറാണ്, സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് ആലത്തൂർ നിശ്ചയമായും നല്ല വോട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഉത്തരം? മറ്റു മണ്ഡലങ്ങളെ പോലെ തന്നെ വികസന പ്രവർത്തനത്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. 32.6% പേർ പ്രധാന വിഷയമായി വികസനം കണക്കാക്കുന്നു. അത് ആശ്വാസകരമാണ്. വീണ്ടും കാരണം 32.6% ആളുകൾ വികസന പ്രവർത്തനമാണ് വളരെ പ്രധാനമെന്ന് പറയുമ്പോൾ 37.4% ആളുകൾ രമ്യ ഹരിദാസ് എന്ന MP-യുടെ വികസന പ്രവർത്തനങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. അതോടൊപ്പം വിലക്കയറ്റം നോക്കൂ, 22% പേരാണ് സർക്കാർ വിരുദ്ധ വികാരം. അതായത് 7.4% ആളുകൾ അഴിമതി പ്രധാനമായിട്ട് കാണുന്നു. അതും ഒരു വലിയ ശതമാനം തന്നെയാണ് കേട്ടോ. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ അത് 3%, ചില സ്ഥലങ്ങളിൽ 4%, ചില സ്ഥലങ്ങളിൽ 5% എന്നാൽ ഇവിടെ 7.4% ആളുകൾ അഴിമതിയെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നു. 22% ആളുകൾ വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നു. അപ്പോൾ 29.4% ആളുകൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതും രമ്യ ഹരിദാസിന് ഗുണകരമാകുന്ന ഫാക്ടറാണ്. അപ്പുറത്ത് മന്ത്രിയാണ്, മന്ത്രി കൂടി ആവുമ്പോൾ കുറച്ചുകൂടി ആ വികാരം എങ്ങനെ വരും എന്നുള്ളതാണ്. അതെ, അല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. അയോധ്യ ക്ഷേത്ര നിർമ്മാണവും രാജ്യ സുരക്ഷയും എത്രത്തോളം എന്നുള്ളതും പ്രധാനമാണല്ലോ. അതെ, 3.1 ആണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണം. മറ്റേ സുരക്ഷ 5.7%, ആകെ കൂടി 8.8. അതെ,
അതൊരു നിശ്ചയമായും ഇപ്പോൾ BDJS ആണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ ഒരു ചെറിയ ഗ്രോത്ത് ഈ പറയുന്ന 19 ലോക്സഭാ തെരഞ്ഞെടുപ്പും ചെറിയ ഗ്രോത്ത് അല്ല കേട്ടോ. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 21 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 5% വളർച്ച അവിടെ പിന്നെ BJP കാണിക്കുന്നുണ്ട്. നിശ്ചയമായും ഈ പറയുന്ന ഘടകങ്ങൾ അവിടെ വർക്ക് ചെയ്യും, ഒരു സംശയവും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രമ്യ ഹരിദാസ് രാഹുൽ ഗാന്ധി കണ്ടെത്തിയ നേതാവാണ്, രാഹുൽ ബ്രിഗേഡിലെ ആളാണ്. അങ്ങനെയുള്ള രമ്യ ഹരിദാസിന്റെ ആലത്തൂരിൽ രാഹുൽ ഗാന്ധിയാണോ അതോ പ്രധാനമന്ത്രിയാണോ പ്രധാനമന്ത്രി ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതലുള്ളത്? ആ ഒരു ബെറ്റിംഗിലേക്ക് നമുക്ക് പോകാം. വോട്ടർമാർ മനസ്സ് തുറക്കുന്നു. ആരായിരിക്കണം പ്രധാനമന്ത്രി? രാഹുൽ ഗാന്ധി തന്നെ 45.4% പേരാണ്. മോദിയാകട്ടെ 24.6%. 20%-ലധികം വ്യത്യാസം. 21% വ്യത്യാസം. അപ്പൊ ഇത് ഈ 21% വ്യത്യാസം ഇവിടെ നമുക്ക് വളരെ കൃത്യമാണ് കേട്ടോ. കാരണം അത് സ്വാഭാവികമായും ഒരു കോൺഗ്രസ് മനസ്സുണ്ട് അവിടെ. അത്രയും വലിയൊരു വ്യത്യാസം വരും. കോൺഗ്രസ് മനസ്സ് മാത്രമല്ല, അവിടെ ആം ആദ്മി മനസ്സുമുണ്ട്. ആം ആദ്മിക്കും ഉണ്ട് അല്ലേ, നല്ലൊരു 11.7%. ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വികാരമുണ്ട്. ശശി തരൂർ നോക്കൂ, 7.6% ഉണ്ട്. അപ്പൊ പൊതുവിൽ അത് ഒരു പ്രതിപക്ഷ സ്വഭാവം കാണിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തോടാണ് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നത്. ആർക്കും ഗുണകരമാകും. അത് പ്രതിപക്ഷത്താണല്ലോ രണ്ടുപേരും അല്ലെ, ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസും പ്രതിപക്ഷത്ത് തന്നെ ആയിരിക്കുമ്പോൾ അത് ആർക്കും ഗുണകരമാകും എന്നുള്ളത് അടുത്ത ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇനി സർക്കാരുകൾ വിലയിരുത്തലിലേക്ക് പോകാം. ആദ്യം നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതും വലിയ വ്യത്യാസം. ഉണ്ണിസാറിന്റെ ആലപ്പുഴയുടെ ഭാഷയിൽ പറഞ്ഞാൽ വള്ളപ്പാട് അകലെയാണ് രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് ആലത്തൂർ നോക്കിക്കാണുന്നത്? നല്ലതാണോ അതോ മോശമായോ, മികച്ചതെന്ന് പറയാൻ കഴിയുമോ? ആലത്തൂരിന്റെ മറുപടിയിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 5. വളരെ മികച്ചതെന്ന 15.4%, മികച്ചതെന്ന 21.9%. അതായത് 37.3% പേർക്ക് മോദി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. മോശം അഭിപ്രായമുള്ളത് 22.8%, വളരെ മോശം എന്നുള്ള അഭിപ്രായമുള്ളത് 9.4%. അതായത് 32.2% മാത്രമാണ് മോശം എന്ന അഭിപ്രായമുള്ളത്. 5% വ്യത്യാസം നോക്കൂ. അതാണ് ആ വോട്ട് ഉയർന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മതിപ്പുള്ളവരാണ് ആലത്തൂരിൽ ഭൂരിഭാഗവും. നോക്കൂ, ഇപ്പോൾ ഭാരത് അരിയൊക്കെ പാലക്കാടാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആലത്തൂരിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണ്. റൈസ് വരുന്നതേ ഉള്ളൂ. ഭാരത് റൈസ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതായത് റൈസിനെ കുറിച്ചുള്ള ചോദ്യത്തിലേക്ക് അടുത്തതായി പോകാം. അതെ, അങ്ങനെയാണെങ്കിൽ അല്ലേ, KRS സഭയിൽ ഷാഫി പറമ്പിൽ പരിഹസിച്ച് ചോദിച്ചൊരു കാര്യമാണ്. ഉടനെ അത് നടപ്പാക്കുകയാണ്. അതെ 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 എല്ലാത്തിനും ചേർത്താൽ മതിയല്ലോ. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കേട്ടോ. കാരണം വെച്ചാൽ ആലത്തൂരില് ഇത്തരത്തില് LDFന്റെ കോട്ടയായ ആലത്തൂര്, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും LDFന്റെ പക്കലിരിക്കുന്ന ആലത്തൂര്, ആ ആലത്തൂരിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ തൃപ്തി രേഖപ്പെടുത്തും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സൂചനയാണ്. അത് നിശ്ചയമായും NDAയുടെ വോട്ട് ശതമാനം ഇക്കുറി ഉയരും എന്ന സാധ്യത. NDAയുടെ വോട്ട് ശതമാനം ഉയരുകയാണെങ്കിൽ അത് ആർക്കായിരിക്കും ഡയറക്റ്റ് ബെനിഫിറ്റ്? അത് രമ്യ ഹരിദാസിന്റെ വോട്ട് കുറയ്ക്കുമോ? കാരണം കുറെ വോട്ടുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടാകുമല്ലോ രമ്യ ഹരിദാസിലേക്ക്. അത് തിരിച്ചു വരികയാണെങ്കിൽ മന്ത്രി K രാധാകൃഷ്ണൻ ഗുണമാകില്ല. അത് ഗുണമാകാം. പിന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സുജിയ, BDJS ആണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഒരു ഈഴവ വോട്ട് ബാങ്ക് അവിടെ വളരെ പ്രധാനമാണ്. ആ ഈഴവ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, കേരളത്തിൽ ഈഴവ വോട്ട് ബാങ്ക് യഥാർത്ഥത്തിൽ CPMന്റെ ഒരു ബലമാണ്, ഒരു അടിത്തറയാണ്. അപ്പോൾ ആ വോട്ട് നേരെ BDJSലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് സ്വാഭാവികമായും ലഭിക്കുക രമ്യ ഹരിദാസിനാണ്. അതാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നോക്കാം. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ് രമ്യ ഹരിദാസിനാണോ ആകാനാണ് സാധ്യത. ഇനിയും ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലിലേക്കാണ് പോയത്. ഇനി നമുക്ക് ഡയറക്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. എങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാരിനെ ആലത്തൂർ വിലയിരുത്തുന്നത്? എങ്ങനെയുണ്ട് പിണറായി സർക്കാർ? ആ ചോദ്യം നമ്മൾ ആലത്തൂരിനോട് ചോദിക്കുമ്പോൾ ആലത്തൂർ പറയുന്നു വളരെ മികച്ചെന്ന 4.8% പേർ, മികച്ചത് എന്ന 13.9% പേർ, ആകെ 18.7% പേർക്കാണ് പിണറായി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്. പക്ഷേ K രാധാകൃഷ്ണൻ ഒട്ടും പ്രതീക്ഷയ്ക്ക് വക നൽകാത്ത മറ്റൊരു റിസൾട്ട് അതിന് തൊട്ടു താഴെയുണ്ട്. അത് മോശം എന്ന് പറയുന്നത് 23.9%. അല്ലെ, വളരെ മോശം എന്ന് പറയുന്നത് 43.7%. ആളുകൾ, ഓൾമോസ്റ്റ് പകുതിയോളം ആളുകൾക്ക് ഈ സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. there is a strong anti-incumbency wave.
അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അതിപ്പോൾ കാര്യമായി വന്നതാണോ അതോ നേരത്തെ ഉണ്ടായിരുന്നോ എന്ന് കൂടി നമുക്ക് ആലത്തൂരിനോട് ഒന്ന് ചോദിച്ചു നോക്കാം അതെ. നമ്മുടെ ഒരു സമാധാനത്തിന്. അതെ. അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രകടനം ആലത്തൂർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതാണ് നമ്മൾ അടുത്ത ചോദ്യമായി ചോദിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടോ അതോ മോശമോ? മോശം എന്ന അഭിപ്രായമാണ് കൂടുതൽ. 66.3%. നല്ല മെച്ചപ്പെട്ടു എന്ന് പറയുന്നത് കേവലം 8% മാത്രമാണ്. വലിയ വ്യത്യാസമൊന്നും കാണാത്തത് 24% ആളുകളാണ്. പക്ഷേ വറീസം ഫാക്ടർ എന്ന് പറയുന്നത് 66.3% ആളുകൾക്ക് നല്ല അഭിപ്രായം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രി വന്നാൽ കെ രാധാകൃഷ്ണൻ അത്ര ഗുണകരമായ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രമ്യ ഹരിദാസിന് ആശ്വസിക്കാവുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് എന്ന് പറയാം. അതായത് MP എന്നുള്ള നിലയ്ക്ക് അവർ പോപ്പുലറാണ്. 2 MP-യുടെ വികസന പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗത്തിനും സംതൃപ്തിയുണ്ട്. ആ മണ്ഡലത്തിൽ അതിശക്തമായൊരു സർക്കാർ വിരുദ്ധ തരംഗവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും വേറൊരു കാര്യം കൂടി, ഒരു ഘടകം കൂടിയില്ലേ, ഒരു സംവരണ മണ്ഡലമാണ്. അതെ. ഇപ്പോൾ മന്ത്രി കെ രാധാകൃഷ്ണൻ മന്ത്രിയാണ്. അതെ. അപ്പോൾ മന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി എന്തിന് MP ആക്കണം എന്ന് ചിന്തിക്കുന്നവർ കൂടി, സ്ഥാനാർത്ഥിയെ മന്ത്രിയായി നിൽക്കട്ടെ സാധ്യതയുണ്ട്. എന്ന് വിചാരിക്കുന്നവർ കൂടി ഉണ്ടാകും. ഫാക്ടറാണത്. കാരണം വെച്ചാൽ ഇപ്പം രാധാകൃഷ്ണൻ അവിടെ വളരെ മതിപ്പുള്ളൊരു നേതാവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ മണ്ഡലത്തിൽ വളരെ പ്രിയപ്പെട്ട നേതാവാണ്. കാരണം ഈ കർഷക തൊഴിലാളികൾ അവരുടെ വോട്ട് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ സ്ഥാനാർത്ഥി വേണം. അതിന് ഷുവർ ബെറ്റ് കെ രാധാകൃഷ്ണൻ അല്ലാതെ പാർട്ടിക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അല്ല, സത്യമാണ്. പക്ഷെ അപ്പോഴും കെ രാധാകൃഷ്ണൻ ആ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലെ തന്നെ ആളുകൾക്ക് വളരെ സ്നേഹമുള്ള താല്പര്യമുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്. കക്ഷിഭേദമന്യേ നല്ല മനുഷ്യനെന്നൊരു ഇമേജ് രാധാകൃഷ്ണൻ അങ്ങനെ ഒരു ഇമേജ് കേരളത്തിൽ ഉടനീളമുണ്ട്. അപ്പോൾ കേരളത്തിന്റെ ഒരു മുഖമായിട്ട് വളർന്നു വരാവുന്ന ഒരു നേതാവ് തന്നെയാണ് കെ രാധാകൃഷ്ണൻ. കേരളത്തിൽ ഉണ്ടാവേണ്ട നേതാവുമാണ് കെ രാധാകൃഷ്ണൻ. പക്ഷേ അങ്ങനെ ഒരാളെ സ്മൃതി ചോദിച്ചത് നമുക്ക് ഇപ്പം മന്ത്രിയായിരിക്കുന്ന എത്രയോ നാളിന് ശേഷം ഇതിന് മുമ്പ് സ്പീക്കർ ആയിരുന്നിട്ടുള്ള ആളാണ് നിശ്ചയമായിട്ടും. അത് കഴിഞ്ഞിപ്പോൾ മന്ത്രിയാകുന്ന ഒരു സമയത്ത് മന്ത്രി എന്ന നിലയ്ക്ക് നല്ല പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അത്തരമൊരു അധികാര പദവിയിലിരിക്കുന്ന ഒരാളെ MP ആയിട്ട് അവിടെ കൊണ്ടുവരുന്നതിനോട് എന്തെങ്കിലും ഒരു വിയോജിപ്പ് ഉണ്ടാകുമോ, അതൊരു സെന്റിമെന്റ്സ് ആയി മാറുമോ എന്നുള്ളതും നമ്മൾ കണ്ടറിയാം. അദ്ദേഹം മന്ത്രിയായി തന്നെ തുടരട്ടെ എന്ന് ആലത്തൂർ തീരുമാനിച്ചാൽ അതും അഡ്വാൻറ്റേജ് ടു രമ്യ ഹരിദാസാണ്. അപ്പോൾ നമുക്ക് നരേന്ദ്രമോദി സർക്കാരിനെ നമ്മൾ വിലയിരുത്തി, പിണറായി വിജയൻ സർക്കാരിന്റെ 1ഉം 2ഉം സർക്കാരുകൾ തമ്മിലുള്ള താരതമ്യം വരെ നമ്മൾ ചെയ്ത സ്ഥിതിക്ക് രമ്യ ഹരിദാസ്, രാഹുൽ ബ്രിഗേഡിൽ ഉൾപ്പെടുന്ന രമ്യ ഹരിദാസിന്റെ സിറ്റിംഗ് സീറ്റിൽ പ്രതിപക്ഷത്തോടുള്ള അഭിപ്രായം എന്താണ്? പ്രതിപക്ഷം കൊള്ളാമോ? പെർഫോം ചെയ്തോ പ്രതിപക്ഷം? എങ്ങനെയുണ്ട് പ്രതിപക്ഷം എന്ന ചോദ്യം നമ്മൾ ആലത്തൂരിനോട് ചോദിക്കുമ്പോൾ ആലത്തൂർ നൽകുന്ന മറുപടി ഇതാ. വളരെ മികച്ചതെന്ന് 3% പേർക്ക് അഭിപ്രായമുള്ളൂ. മികച്ചതെന്ന് 18.7 രണ്ടും കൂടി ചേർക്കുമ്പോൾ 21.7% പേർക്ക് മികച്ചതെന്ന് അഭിപ്രായമുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് സുജയ, സ്മൃതി. മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മോശം എന്ന് പറയുന്നത് 22%, വളരെ മോശം എന്ന് പറയുന്നത് 13.1%. രണ്ടും കൂടി ചേരുമ്പോൾ ഏതാണ്ട് 35.1%. 35% ആളുകൾക്ക് മാത്രമാണ് പ്രതിപക്ഷം മോശമാണ് എന്ന അഭിപ്രായം. അത് മറ്റു മണ്ഡലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലായിരുന്നു. വളരെ കുറവാണ്. കാരണം വെച്ചാൽ 40, 45, 50, 55 ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വടകരയിൽ പോയാലുണ്ടല്ലോ 55%. വളരെ കൂടുതലാണ്. അത് ഈ പറയുന്ന ആലത്തൂരിൽ കുറവുമാണ്. കാണാതെ പോയ എന്തോ ഒരു നിശബ്ദ വിപ്ലവം അടിത്തട്ടിൽ ഇങ്ങനെ അലതല്ലുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അതും അഡ്വാൻറ്റേജ് ശരിക്കും പറഞ്ഞാൽ രമ്യ ഹരിദാസിന്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ രമ്യ ഹരിദാസിന് ഇപ്പോഴും അവിടെ വലിയ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നു, മന്ത്രി കെ രാധാകൃഷ്ണന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സർവേ നടക്കും. നമുക്ക് ഇനി ആലത്തൂരിലേക്ക് വരുമ്പോൾ ആലത്തൂർ ചുവപ്പിക്കാനായി മന്ത്രി കെ രാധാകൃഷ്ണൻ വരുന്നു. അതിനുള്ള സാധ്യതകൾ കൂടി നിൽക്കുന്ന ഒരു ഘട്ടമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു. അപ്പോൾ ആ മണ്ഡലത്തിൽ ഉടനീളം MLA-മാർ ഗംഭീരമായി സംഘടിപ്പിച്ച നവകേരള സദസ്സ്, അതാണ് എല്ലാ മണ്ഡലങ്ങളിലും ഹോസ്റ്റ് ഉണ്ടായിരുന്നു. നവകേരള സദസ്സിന്റെ ചുമതല അവിടെ മന്ത്രി കെ രാധാകൃഷ്ണൻ. അതെ. അപ്പോൾ മന്ത്രി ഒപ്പം MLA-മാർ എല്ലാവരും ചേർന്ന് സംഘടിപ്പിച്ച നവകേരള സദസ്സ് ആലത്തൂരിന് ഇഷ്ടപ്പെട്ടോ? അത് വേണമായിരുന്നോ അതോ വേണ്ടിയിരുന്നില്ലേ? ആലത്തൂർ പറയുന്ന മറുപടി എന്താണ് എന്നത് കൃത്യമായ സൂചന തരും ആലത്തൂരിന്റെ മനസ്സാക്കൊപ്പം. വലിയ എതിർപ്പാണ്. 78.5% പേർക്ക് വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ്. 79% ആളുകൾക്കും വേണ്ടിയിരുന്നില്ല എന്നതാണ്. നമ്മളതിന് വിശദീകരിക്കേണ്ട. കാരണം ഇപ്പോൾ 18 മണ്ഡലമായി അല്ലേ? പറയുന്ന 18ാമത്തെ മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 18 മണ്ഡലത്തിലും ഏതാണ്ട് ഡിസ്റ്റിങ്ഷൻ ആണ്. 75% തോന്നുന്ന ഡിസ്റ്റിങ്ഷൻ അല്ലേ? അപ്പം ഡിസ്റ്റിങ്ഷൻ 8 വേണോ? ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പഠിക്കുന്ന സമയം +2 75 മതിയായിരുന്നു. 75 അല്ലേ?
അപ്പോൾ 75% ഡിസ്റ്റിങ്ഷൻ നേടിക്കൊണ്ടാണ് കേട്ടോ ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ശരാശരിയാണ് ഞാൻ പറയുന്നത്, 18 മണ്ഡലങ്ങൾ എടുത്തു കഴിയുമ്പോൾ ആവറേജ് 75% ആളുകൾ നവകേരള സദസ് സാർ, എന്റെ ഒരു ഹംബിൾ ഡൗട്ട്, ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കൊടുക്കുന്നത് പാസ്സാകുമ്പോഴാണ്, ഇത് തോൽവിയാണ്. തോൽവിയുടെ 75% വെച്ചാൽ ഇക്കാര്യത്തിൽ ഡിസ്റ്റിങ്ഷനാണ് വളരെ വെച്ചാൽ എൻറ്റയർ കേരള. ഇനിയിപ്പോൾ 2 മണ്ഡലങ്ങൾ കൂടിയേ ഉള്ളൂ. 18 മണ്ഡലങ്ങളിൽ എൻറ്റയർ കേരള നമ്മൾ എടുക്കുമ്പോൾ 18 മണ്ഡലങ്ങളിലെ ആളുകൾ ഏതാണ്ട് ഒരു ആവറേജ് ഒരു 68 to 75 അല്ലെങ്കിൽ 70% ആളുകൾ നിശ്ചയമായും ഇത് അനാവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആലത്തൂർ നോക്കൂ, ആലത്തൂർ പരമ്പരാഗതമായി ലെഫ്റ്റിന് ഏറ്റവും വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. അവിടെയുള്ള ആളുകൾ പോലും നവകേരള സദസ്സിനെതിരെ പറയുന്നു എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ നവകേരള സദസ്സിൽ ചർച്ചയായ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാർ ആരാണ്? കേന്ദ്രമാണോ അതോ കേരളമാണോ? ആലത്തൂർ പറയുന്ന മറുപടി എന്താണ് എന്ന് കൂടി നോക്കാം. കേന്ദ്ര സർക്കാരാണോ അതോ സംസ്ഥാന സർക്കാരാണോ കാരണക്കാർ? ഇടത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദത്തെ ആലത്തൂർ തള്ളുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പരാജയമെന്ന് അഭിപ്രായപ്പെടുന്നവർ 53.9% പേരാണ്. അതായത് ഇടത് മനസ്സുള്ള മണ്ഡലം ഇടത് സർക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം തള്ളി. അതെ, 54% ആളുകൾ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുമ്പോൾ കേവലം 39%, അത് ചെറിയ നമ്പരല്ല, 39% ആളുകൾ കേന്ദ്രത്തിന്റെ നയങ്ങളാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് കാണുന്നു. അത് 2 തരത്തിലാണ് അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒന്ന്, അത് രമ്യ ഹരിദാസിന് ഗുണകരമാണ്. 2, BJPക്ക് ഒട്ടും തന്നെ ആശ്വാസകരവുമല്ല. അതായത് 40%-നടുത്ത ആളുകൾ കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്ന് പറയുന്നത് NDA സംബന്ധിച്ച് നല്ല സൂചനയല്ല. 40%-ഓളം കേഡർ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. അതൊരു സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ഉത്തരമാണ്. രാഷ്ട്രീയ ഉത്തരമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കൂടി പോകാം. വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് അത്. രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിക്കുന്ന ആരോപണം. ആയുധമാക്കുന്നുണ്ടോ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ? EDയും CBIയും ഒക്കെ വന്നിറങ്ങുന്നത് ഒരു രാഷ്ട്രീയ ആയുധമായാണോ എന്ന ചോദ്യമാണ് 11ാമതായി നമ്മൾ ആലത്തൂർ. കേരളത്തിൽ പക്ഷേ ഇടതുപക്ഷമാണ് ഈ വിഷയം പ്രധാനമായി ഉന്നയിക്കുന്നത്. അതെ, അപ്പോൾ ആലത്തൂരിന്റെ മനസ്സിലേക്ക് ആ ചോദ്യം തറച്ചെങ്കിൽ അവർ കൊടുക്കുന്ന മറുപടി എന്താണ്? ഇല്ല എന്ന അഭിപ്രായമാണ് കൂടുതൽ. 51.1% പേരും. അത് വളരെ വളരെ പ്രധാനമാണ്. ഞാൻ പറയുന്നത് ആലത്തൂരുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ED CBI അന്വേഷണം കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലല്ല എന്ന് പറയുന്ന 51%-ന് മുകളിലാണെങ്കിൽ അതിൽ ഇടതുപക്ഷം വിഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആലത്തൂരിൽ നിന്ന് അത്ര ദൂരത്തല്ല കരുവന്നൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ED അന്വേഷണം എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കരുവന്നൂരിലാണ്. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ അന്വേഷണം ആളുകൾ കേവലം അതൊരു പകപോക്കലായി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷനാണ്. അതിനകത്ത് PK ബിജു ഉണ്ട് കേട്ടോ. PK ബിജുവും ആരോപണ വിധേയനാണ്. ആ അർത്ഥത്തിൽ ഈ അഭിപ്രായം രമ്യ ഹരിദാസിനാണ് ഗുണകരമാകാൻ പോകുന്നത്. അപ്പോൾ കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫിലെ ആ ഒരു NDAയുടെ വളർച്ചയുണ്ടല്ലോ, അതും കേന്ദ്രവിരുദ്ധ വികാരം നരേന്ദ്രമോദിക്ക് അനുകൂലമായ വോട്ടുകളിലൂടെ അവിടെ കുറഞ്ഞു വരികയാണ് എന്നൊരു ഇൻഡിക്കേഷൻ നൽകുന്നുണ്ട്. ഏറ്റവും വലിയ ആരോപണമാണ് സെൻട്രൽ ഏജൻസീസിനെ ഉപയോഗിക്കുന്നത്. ED, CBI, ലേറ്റസ്റ്റ് SFIO എല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ കരുവന്നൂരിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെടുക്കുന്നു, കണ്ടലയിൽ കണ്ടെടുക്കുന്നു, ഭാസുരാങ്കനെ പിടികൂടുന്നു. അങ്ങനെ ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള ഒരു നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ അവിടെ രാഷ്ട്രീയ പകപോക്കൽ എന്ന ആരോപണത്തിന്റെ വാല്യൂ അതൊരു ഡിപ്രീസിയേഷനിലേക്ക് പോവുകയാണ്. അത് വളരെ പ്രധാനമാണെന്ന് മാത്രമല്ല, ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് കേട്ടോ വടക്കാഞ്ചേരി ഉള്ളത്. വടക്കാഞ്ചേരി എന്നുള്ള MLA ആണ് AC മൊയ്തീൻ. അപ്പോ വടക്കാഞ്ചേരി MLA ആയിട്ടുള്ള AC മൊയ്തീന്റെ സ്ഥലം അടക്കം നിൽക്കുന്ന ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ EDയുടെ അന്വേഷണമൊന്നും രാഷ്ട്രീയ പകപോക്കലല്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ കരുവന്നൂർ ഒരു റിഫ്ലക്ഷൻ അവിടെ ഉണ്ടാക്കും. വടക്കാഞ്ചേരി അത് രമ്യ ഹരിദാസിന് വീണ്ടും ഗുണകരമാകാൻ പോകും. അപ്പോൾ കുന്നംകുളത്ത് AC മൊയ്തീനിലേക്ക് തൊടുത്തുവിട്ട അമ്പ് അത് ചേലക്കര കടന്ന് ഇപ്പോൾ മത്സരിക്കാൻ വരുന്ന ആലത്തൂരിൽ K രാധാകൃഷ്ണനിൽ വന്ന് തറയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം EDയെയും CBIയെയും ഒന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ചോദ്യത്തോട് 50%-ലധികം പേർ പറയുന്നു ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ എത്രത്തോളമുണ്ട്? ആലത്തൂരിൽ സിറ്റിംഗ് MP UDFന്റെ രമ്യ ഹരിദാസാണ്. ഇന്ത്യ പിടിക്കുമോ? ഇന്ത്യ വലിയ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? നോക്കാം ഉത്തരങ്ങൾ. വലിയ നേട്ടമുണ്ടാക്കുമെന്ന 6.7% പേരും മെച്ചപ്പെട്ട പ്രകടനമെന്ന 20.4% പേരും അഭിപ്രായപ്പെടുമ്പോൾ അതാകെ 27.1% ഉയരും. എന്നാൽ 50.9% ആളുകൾ ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് പറയുന്നു. ആലത്തൂരിൽ ഇതെങ്ങനെ റിഫ്ലക്ട് ചെയ്യുമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നില്ല. ഞാൻ ആലത്തൂർ മണ്ഡലത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 27.1% ആളുകൾ, കേവലം 27.1% ആളുകളാണ് അവിടെ ഈ ഇന്ത്യ മുന്നണി പ്രതീക്ഷ അർപ്പിക്കുന്നത്. ബാക്കി 50% ആളുകളും അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്
അതെങ്ങനെയാണ് അജൽ ഒരു രാഷ്ട്രീയ മനസ്സാലത്തൂരിന്റെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അത് ആർക്ക് ഗുണകരമാകും? നിരാശയായിരിക്കാം. അതാകാം. ആ സമയത്ത് അങ്ങനെയായിരുന്നല്ലോ, തകർച്ചയിലായിരുന്നു. അതായത് പഴയ സ്ഥിതി നമുക്കതിന് മറ്റൊരു റീഡിംഗിലേക്ക് കൊണ്ടുവരാം. ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് പറയുന്നവരുടെ എണ്ണവും നമ്മുടെ മുന്നിലുണ്ട്. ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് പറയുന്നത് ഒരു വലിയ ഫിഗറാണ്. അതായത് പഴയതിൽ നിന്ന് മോശമാകില്ല എന്ന ഒരു സൂചന വേണമെങ്കിൽ അവിടെ വായിച്ചെടുക്കാം. പിന്നെ ഇന്ത്യ മുന്നണി ഇത്തവണ അധികാരത്തിലെത്തുമെന്ന് തങ്ങൾ കരുതുന്നില്ല എന്നതാകാം ഈ ഒരു ആൻസറിലൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ നിയമസഭയുടെ തലവനായി നമ്മുടെ മുഖ്യമന്ത്രിയായി ആര് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? കെ ശൈലജ പിണറായി വിജയനെ പിന്തള്ളുന്നതാണ് നമ്മൾ വടകരയിൽ കണ്ടതെങ്കിൽ ആലത്തൂർ എന്തു പറയുന്നു? ആരാകണം മുഖ്യമന്ത്രി? ആലത്തൂരിന്റെ ആഗ്രഹം എന്താണ്? ആലത്തൂർ പറയുന്നു VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന 22%. വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമല്ലേ അല്ലെ? VD സതീശൻ 22%. അതായത് 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF വിജയിച്ചു നിൽക്കുമ്പോൾ ഈ ആലത്തൂരിലെ ആളുകളിൽ ഭൂരിഭാഗവും പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഇപ്പോൾ യോഗ്യൻ VD സതീശനാണ് എന്നാണ്. എന്നാൽ രണ്ടാം സ്ഥാനം നോക്കൂ, ശൈലജയ്ക്കാണ്. 21.5%, 0.5% വ്യത്യാസം മാത്രമേ ഉള്ളൂ. മൂന്നാം സ്ഥാനത്താണ് പിണറായി വിജയൻ, 17.2%. നമുക്ക് ഉറപ്പിക്കാം, രമ്യ ഹരിദാസിന് അനുകൂലമായൊരു കാറ്റ് ഇപ്പോഴും ആലത്തൂർ മണ്ഡലത്തിൽ വീശിക്കൊണ്ടിരിക്കുന്നു, പല ഘടകങ്ങളാൽ, പല കാരണങ്ങളാൽ. പക്ഷേ കെ രാധാകൃഷ്ണൻ വന്ന കാറ്റിന് മുന്നിൽ തട വെക്കുമോ എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു. സർക്കാർ വിരുദ്ധ വികാരം അവിടുത്തെ സർക്കാരിന്റെ ഭാഗമായ ഒരു മന്ത്രിയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാകുമോ എന്നറിയേണ്ടത്. ഇനി നോക്കൂ, സുരേഷ് ഗോപി ഈ മണ്ഡലത്തിലും ആദ്യ 5-ലുണ്ട്. അതെ, സുരേഷ് ഗോപി എല്ലാ മണ്ഡലങ്ങളിലും 18 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിയാണ് 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ ഉള്ളത്. അതായത് കേരളത്തിൽ BJPയുടെ നേതാവായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നത് സുരേഷ് ഗോപിയെ 5-ൽ എന്തായാലും ഉണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയായി ആലത്തൂരുകാർ കാണുന്നത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവസാന ചോദ്യം, ഏറ്റവും നിർണായകമായ ചോദ്യം. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റിംഗ് MP-ക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? ഏത് മുന്നണി അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാണ് വിജയ സാധ്യത? ആ ചോദ്യത്തിന് ആലത്തൂർ കൃത്യമായ മറുപടി നൽകുന്നു. നോക്കൂ, സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുൻപ് കൃത്യമായ മറുപടി. ആലത്തൂരിൽ രമ്യ ഹരിദാസ് UDF വരണമെന്ന് 46% പേരാണ് ആഗ്രഹിക്കുന്നത്. LDF വരണമെന്ന് 43%. അതായത് 3% വ്യത്യാസത്തിൽ UDF ആ മണ്ഡലം നിലനിർത്താൻ പോകുന്നു എന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. അതായത് കഴിഞ്ഞ തവണ 52.4% UDFന്റെ വോട്ടെങ്കിൽ അതിൽ 6% കുറയുന്നത്. പല ഘടകങ്ങളും രമ്യ ഹരിദാസിന് അനുകൂലമായിരിക്കുമ്പോൾ പോലും 6% വോട്ട് അവിടെ കുറഞ്ഞ് 46%ത്തിലേക്ക് UDF എത്തും. അതേസമയം അവിടെ വളർച്ച കാണിക്കുന്നത് ഇടതുപക്ഷമാണ്. LDFന് കഴിഞ്ഞ 2019 36.8% ഇക്കുറി 43% ഉയരുമെന്നാണ് പറയുന്നത്. അതായത് 7% വളർച്ച കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ കെ രാധാകൃഷ്ണൻ വരുമ്പോൾ വീണ്ടും വലിയൊരു വളർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു വലിയ വളർച്ച ഉണ്ടായാൽ മാത്രമേ കഴിഞ്ഞ തവണത്തെ ഈ മാർജിനെ ക്രോസ് ചെയ്യാൻ പറ്റൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം 16% വ്യത്യാസത്തിലാണ് രമ്യ ഹരിദാസ് അവിടെ വിജയിച്ചു കയറി. ഇത്തവണ രമ്യ ഹരിദാസ് വിജയിക്കുകയാണെങ്കിലും വിജയിക്കുകയാണെങ്കിലും അത്ര വലിയ 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും പക്ഷേ മറ്റു മണ്ഡലങ്ങളെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ ഈ മണ്ഡലം കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയ ആൻസർ എന്ന് മാത്രമല്ല 3% എന്നൊക്കെ പറയുമ്പോൾ ഒരു 30,000-35,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഫിനിഷ് ചെയ്യുക. ആ 35,000 വോട്ട് എന്ന് പറയുന്നത് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം കൊണ്ട് നേരത്തെ സുജയ സൂചിപ്പിച്ച പോലെ കാറ്റ് തിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ ഈ പറയുന്ന 3% ചെറിയൊരു വ്യത്യാസമാണ്. ഞാൻ എന്റെ ഒരു നിരീക്ഷണമാണ് പറഞ്ഞത്. കാരണം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് MLA ആയിരിക്കുന്ന മണ്ഡലത്തിൽ മാത്രമല്ല ആ ജില്ലയിൽ ഉടനീളം സ്വാധീനമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. നിശ്ചയമായി അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 3% എന്ന് പറയുന്നത് വളരെ ചെറിയ വ്യത്യാസമാണ്. നേരത്തെ നമ്മൾ വടകരയിൽ 1% വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഇവിടെ 3% വ്യത്യാസമാണ്. ആ 3% എന്ന് പറയുന്ന ഒരു 30,000-35,000 ഇടയ്ക്കുള്ള വോട്ടിൽ നിൽക്കും. ആ 35,000 വോട്ട് കെ രാധാകൃഷ്ണന് മറിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഒട്ടും അസംഭാവ്യമായൊരു മണ്ഡലമല്ല കേട്ടോ. അത് ആലത്തൂർ ചുവന്ന മണ്ഡലമാണ്. എല്ലാ MLA-മാരും PK ബിജു കൈവിട്ട് കളഞ്ഞ കെ രാധാകൃഷ്ണൻ തിരിച്ചു പിടിക്കുമോ? നമുക്ക് ജെയ്സണിലേക്ക് പോകാം. അതെ, ജെയ്സൺ ചാമവളപ്പിൽ തയ്യാറാണ് ആലത്തൂർ മണ്ഡലത്തിന്റെ വിശകലനവുമായി. ജെയ്സൺ, വെൽക്കം ടു റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. ജെയ്സൺ, 2009 രൂപീകരിച്ച ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒറ്റത്തവണ മാത്രമാണ് അത് UDFനെ പിന്തുണച്ചിട്ടുള്ളത്. അത് രമ്യ ഹരിദാസിലൂടെ ആണ്. അത് തുടരാനുള്ള സാധ്യതയാണോ? മണ്ഡലത്തിൽ MP-യുടെ പ്രവർത്തനം എങ്ങനെയാണ് ജനം വിലയിരുത്തിയിരിക്കുന്നത്? സർവേ പറയുന്നു അവർക്കൊപ്പമെന്ന്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ CPM-ന്റെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നായിരുന്നു ആലത്തൂർ മണ്ഡലം എന്നതാണ്. ആ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളും തങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും ആലത്തൂർ മണ്ഡലം തങ്ങൾ പിടിക്കും, തങ്ങൾക്ക് ഉറച്ച മണ്ഡലമാണെന്ന വലിയ സ്വപ്നത്തിന്റെ തകർച്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കെ രാധാകൃഷ്ണനെ പോലെ കേരളത്തിലെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ തന്നെ രംഗത്തിറക്കാൻ CPM-നെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. AK ബാലനെ പോലെ നിരവധി പേർ ഈ പാലക്കാട് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും ജനകീയ മുഖമായ കെ രാധാകൃഷ്ണനെ അവതരിപ്പിക്കുന്നതിലൂടെ CPM-ന് ഈ മണ്ഡലം വീണ്ടും കൈവിട്ടു പോകുമോ എന്ന ഭയം ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, രമ്യ ഹരിദാസ് നാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇലക്ഷൻ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡ് സെറ്റ് ചെയ്തത് രമ്യ ഹരിദാസ് ആയിരുന്നു. രമ്യ ഹരിദാസും വിജയരകനുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങൾ, രമ്യ ഹരിദാസിൻ്റെ പാട്ടെല്ലാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്നു. അതിൻ്റെ ചെറിയ പ്രതിഫലനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക CPM-നുണ്ട്. രമ്യ ഹരിദാസിനെ പോലെ ഒരാളെ നേരിടാൻ ഒരു സ്ഥാനാർത്ഥി പോരാ എന്ന തിരിച്ചറിവാണ് കെ രാധാകൃഷ്ണനെ പോലെ ഈ മന്ത്രിസഭയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഏക മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ. അതും കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുമെന്ന് പൊതുവെ പറയപ്പെടുന്ന കെ രാധാകൃഷ്ണനെ പോലെ ഒരാളെയാണ് ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നത് CPM അല്പം ആ മണ്ഡലത്തിൽ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് ഒന്ന്. രണ്ടാമത്, ആലത്തൂർ പോലൊരു മണ്ഡലം തങ്ങളുടെ ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിലൊന്ന് തിരിച്ചു പിടിച്ചേ മതിയാകൂ എന്ന രണ്ടാമത്തെ ഒരു പ്രധാന ഘടകം. ഇതെല്ലാം കൂടി ചേർന്നതുകൊണ്ടാണ് കെ രാധാകൃഷ്ണൻ വരുന്നത്. നമ്മുടെ സർവേ കെ രാധാകൃഷ്ണൻ്റെ പേര് സജീവമായി വരുന്നതിന് മുമ്പ് നടത്തിയതാണ്. അതിനുശേഷം കെ രാധാകൃഷ്ണൻ്റെ പോലുള്ള 20 വർഷത്തോളം MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു, ഇപ്പോൾ വീണ്ടും മന്ത്രിയായിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു ജനകീയ മുഖം വരുന്നതോടുകൂടി ആ മണ്ഡലം അല്പം കൂടി അനുകൂലമായി ഇടതുപക്ഷത്തിനു വേണ്ടി പ്രതികരിക്കുമെന്ന പ്രതീക്ഷയാണ് CPM-നെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. അതേസമയം താങ്ക് യു ജെയ്സൺ ചാമവളപ്പിൽ. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആണ്. അതെ, പാട്ടുപാടി ജയിക്കുമോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഏറ്റവും വലിയ ആശങ്ക രൂപപ്പെട്ടിരിക്കുന്ന മണ്ഡലം യഥാർത്ഥത്തിൽ ആലത്തൂരാണെന്ന് തോന്നുന്നു അല്ലേ? കെ രാധാകൃഷ്ണന്റെ ഒരു ശക്തമായ പ്രതിച്ഛായ അത് നിശ്ചയമായും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നു. പിന്നെ നിശ്ചയമായി നമ്മളിന്ന് പറഞ്ഞ വടകരയും സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം ഈ രണ്ടിടങ്ങളിലും ജയിക്കണമെങ്കിൽ പ്രതിച്ഛായ ഗുണം ചെയ്യണം. അതെ വെച്ചാൽ ഈ രണ്ടിടങ്ങളിലും സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വങ്ങൾ വളരെ പ്രധാനമായി മാറിയ രണ്ട് മണ്ഡലങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. പ്രതിച്ഛായ കൊണ്ട് തന്നെ അദ്ദേഹം മന്ത്രിയായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകാം. അതെ. അപ്പോ അവസാനത്തെ ടാലി എങ്ങനെയാണ് സുജയ? ഇപ്പോൾ നമ്മൾ 18 ഇടങ്ങൾ പിന്നിടുമ്പോൾ UDF 13, LDF 5 എന്ന നിലയിലാണ് നിൽക്കുന്നത്. 13-5 UDF-നൊപ്പമുള്ള മണ്ഡലങ്ങൾ കൊല്ലം, ആറ്റിങ്ങൽ, മലപ്പുറം, വയനാട്, പൊന്നാനി, ഇടുക്കി, കോഴിക്കോട്, ആലപ്പുഴ, ചാലക്കുടി, പാലക്കാട്, എറണാകുളം, കോട്ടയം, ആലത്തൂർ. എന്നാൽ 5 മണ്ഡലങ്ങൾ ഇക്കുറി LDF നേടുമെന്നാണ് 18 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ റിപ്പോർട്ട് പ്രീ പോൾ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത്. കാസർഗോഡ്, മാവേലിക്കര, പത്തനംതിട്ട, കണ്ണൂർ ഒപ്പം വടകരയും LDF നേടുമെന്ന് റിപ്പോർട്ട് മെഗാ പ്രീ പോൾ സർവേയിൽ ജനങ്ങൾ അതാത് മണ്ഡലങ്ങളിലെ വോട്ടർമാർ അഭിപ്രായപ്പെടുന്നു. ഏറ്റവും അധികം സാമ്പിൾ സൈസ് ഉള്ള സർവേയാണ് നമ്മൾ നടത്തിയത്. 19,223 പേരാണ് ആലത്തൂരിൽ റെസ്പോണ്ട് ചെയ്തത്. വടകരയിലും സമാനമാണ് നമ്മുടെ സാമ്പിൾ സൈസ്. ഫെബ്രുവരി 8 വരെയുള്ള സർവേയുടെ ഫലമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സ്ഥാനാർത്ഥിയായി കെ രാധാകൃഷ്ണൻ വരുന്നത് അതിനുശേഷം മാത്രമാണ്. അടുത്ത ഘട്ടത്തിൽ കുറച്ചുകൂടി വ്യക്തമായി നമ്മുടെ വോട്ടർമാർ പ്രതികരിക്കും, ആർക്കൊപ്പം എന്ന് വ്യക്തമാക്കും. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേയുടെ അവസാന ഘട്ടത്തിൽ നാളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങൾ, തിരുവനന്തപുരവും തൃശ്ശൂരും. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന എല്ലാ മണ്ഡലങ്ങൾക്കൊക്കെ അപ്പുറത്ത് കേരളീയർ മുഴുവനും ഉറ്റുനോക്കുന്ന 2 മണ്ഡലങ്ങളാണ് തൃശ്ശൂരും തിരുവനന്തപുരം. അത്ര സുപ്രധാനമാണ് മലയാളികളെ സംബന്ധിച്ച് ഈ 2 മണ്ഡലങ്ങളും. അതുകൊണ്ട് അവസാനമായി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ആ 2 മണ്ഡലങ്ങളുമാണ്. നാളെ വൈകുന്നേരം 6:30 തൃശ്ശൂരും തിരുവനന്തപുരവും എടുക്കുന്നത് ആരെന്നറിയാൻ പ്രേക്ഷകർ തുടരുക. റിപ്പോർട്ടറിനൊപ്പം മെഗാ പ്രീ പോൾ സർവേയുടെ അവസാന എഡിഷൻ നാളെ വൈകിട്ട് 6:30 റിപ്പോർട്ടറിൽ കാണാം. ഇപ്പോൾ കാണാം ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാർ. നമസ്കാരം.